ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ലൈനിനെ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിൽ വന്ന് മാർക്കറ്റ് താഴോട്ടാണ് ബ്രേക്ക് ഔട്ട് കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയായിട്ടിരിക്കുകയാണ്. സോ വോയിസ് കുറച്ച് പ്രശ്നമാണ്. മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ എനിക്കൊരു ഡൗൺ സൈഡ് തോന്നുന്നില്ല. എൻ്റെ ഒരു കൺവിക്ഷൻ മേളിലോട്ട് മാർക്കറ്റ് പോകുന്നതാണ്. സോ നമ്മളുടെ ലൈനിനെ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് എടുത്ത് മേളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആസ് ഓഫ് നൗ മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട്, നമ്മുടെ ലൈനിനെ താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു ചെറിയൊരു റിജക്ഷൻ കാണിച്ച് തുടങ്ങിയാൽ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാവുന്നതാണ്. CPR വെച്ച് നോക്കിയാലും CPR മാർക്കറ്റ് താഴത്തോട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റിജക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ട്രേഡിൽ എൻട്രി എടുത്തേക്കാം ട്രേഡേഴ്സ്. ഓക്കെ, ഞാനൊരു 120 ക്വാണ്ടിറ്റി 55,600 കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. നമ്മളുടെ ലൈനിൽ മാർക്കറ്റ് വന്ന് റിജക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്ത് സെയിം നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും തന്നെ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും തന്നെ വയ്ക്കാം. പിന്നെ എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതാണ്. സോ സെല്ലേഴ്സിന് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷമായിരിക്കുമെങ്കിൽ നമ്മൾ ട്രാപ്പ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആസ് ഓഫ് നൗ ക്യാൻഡിലൊരു നല്ലൊരു റിജക്ഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. നമ്മൾ 55,600 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 120 ക്വാണ്ടിറ്റി ഒരു 1,000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചാണ്. അഗെയിൻ അതൊരു റിജക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. 51,600 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 120 ക്വാണ്ടിറ്റി. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. നമുക്ക് മാർക്കറ്റ് കുറേ നേരമായിട്ട് നമ്മുടെ ലൈൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് 736 എൻട്രി കിട്ടിയത്. അപ്പോൾ 200 ട്രിഗർ പ്രൈസ് വന്നിട്ട് 199 വെച്ചേക്കാം. ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും കൂടെ നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു 1,500 ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 5,000 പ്ലസ് 5,200 പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടുതൽ ട്രെയിൽ ചെയ്തേക്കാം. ഇപ്പോൾ ഓവറോൾ ഒരു 1,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് അവിടുന്ന് റിജക്ഷൻ കാണിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത്. മാനുവലി നമുക്ക് സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യാം. വീണ്ടും മാർക്കറ്റ് മേലിലോട്ട് പോയി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ മാർക്കറ്റിലൊരു അപ്സൈഡിലേക്ക് പോകുമ്പോഴൊരു റിജക്ഷൻ കാണിക്കുന്നത്. CPR ഒരു സപ്പോർട്ട് എടുത്താണ് മേലിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അപ്പം സെല്ലേഴ്സ് ഒരുപാട് അക്യുമുലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു മേലിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചാൻസ്. നോക്കാം എങ്ങനെയുണ്ടെന്നറിയില്ല. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ജസ്റ്റ് ഇനി ഒരു ഫ്യൂ പോയിൻറ്റ്സ്. ഓക്കെ, അത്യാവശ്യം താഴത്തോട്ട് വരുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മളുടെ 199 പ്രൈസും 200 സ്ട്രൈക്ക് പ്രൈസിലുമാണ് വച്ചേക്കുന്നത്. ഇപ്പോൾ 206 203 ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി, ഇപ്പം അടിക്കും. 202. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഓവറോൾ ഒരു 4,000 ലോസ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ഏതെങ്കിലും ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡിൽ ഞാൻ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ആയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്ത് ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൻ്റെ ലോയെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ട് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ ആണ് കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ട്രേഡാണ്. ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്തു. ആ ഡബിൾ ബോട്ടം പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയ സമയത്താണ്, പക്ഷേ ആ ബ്രേക്ക് ഔട്ട് റിജക്ഷൻ ആയിപ്പോയി. നോ ഇഷ്യൂ, സോറി, കുഴപ്പമില്ല. എന്നാലും നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളുടെ ഒരു ട്രേഡ് സെറ്റപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ട്രേഡ് എടുത്തത് ഏകദേശം ഒരു 1:10 ആ ഒരു റേഞ്ചിൽ, ആ ഒരു 11:10 ആ ഒരു സമയത്താണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് എടുത്ത ഉടനെ തന്നെ ഇപ്പോൾ ഒരു 28 പോയിൻറ്റ്സിൻ്റെ നെഗറ്റീവിലാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ജസ്റ്റ് 28 പോയിൻറ്റ്സ് നെഗറ്റീവ് കാണിക്കുന്നുണ്ടെങ്കിലും പ്രീമിയം വൈസ് കൂടിയില്ലോ എന്ന് പറയാൻ വരുമായിരുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. 221 ട്രിഗർ വന്നിട്ട് 222. അപ്പം ഇതിൽ ഒരു ലോസ് വരാണെങ്കിൽ ഒരു 5000 പ്ലസിൻ്റെ ലോസ് വരും. അപ്പോൾ 5×4 9 9000 പ്ലസിൻ്റെ ഒരു ലോസ്, അടുപ്പിച്ചൊരു ലോസ് ആയിരിക്കും നമ്മൾ ബെയർ ചെയ്യുന്നത്. CPRനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ യെല്ലോ ലൈനായിട്ട് കാണുന്ന പ്രീവിയസ് ഡേ ലോയാണ്. ഈ പ്രീവിയസ് ഡേ ലോയെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം അപ്പുറത്തെ ക്യാൻഡിൽ അവിടെ ഒരു ഡബിൾ ബോട്ടം കണ്ടിട്ടാണ് ഞാൻ പ്രീവിയസ് ഡേ ബ്രേക്ക് ചെയ്തുകൊണ്ടല്ല എടുത്തത്. ആ ഡബിൾ ബോട്ടത്തിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. വളരെ ഡിസിപ്ലിൻഡായിട്ട് ആ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഒരു 9000 പ്ലസിൻ്റെ ഒരു ലോസ് വരും. അതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങും. ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഫുള്ള് ഒരു ഡൗൺവേർഡ്സ് ട്രെൻഡായിരുന്നു. നമ്മളതിൻ്റെ ചെറിയൊരു റിട്രേസ്മെൻറ്റിനെ പിടിക്കാം, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 100 പോയിൻറ്റ്സ് പിടിക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ ട്രേഡ് എടുത്തിരിക്കുന്നത് ട്രെൻഡിന് അഗൈൻസ്റ്റാണ്. സോ കുഴപ്പമില്ല, നമ്മളുടെ സെറ്റപ്പ് ഫോമായി, നമ്മളുടെ കൺവിക്ഷൻ എല്ലാം കൊണ്ടാണ് നമ്മൾ ആ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ ഇനിയിപ്പം ട്രേഡിൽ ലോസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ, സീനില്ല. 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 51 പോയിൻറ്റ്സിൻ്റെ സംതിങ് ലോസേ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്നലത്തെ ട്രേഡിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. ട്രേഡേഴ്സ്, ഇത് ഇന്നലത്തെ ട്രേഡിങ്ങിൻ്റെ ചാർട്ടാണ്. ഞാൻ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വേറൊരു ബിസിനസ് ഉണ്ടെന്ന്. ഞാൻ അവിടെ കുറച്ച് ഒരു മീറ്റിങ്ങിലായിപ്പോയി. ഇപ്പോൾ ഒരു ആൾ വന്നിട്ട് പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് എക്സാക്ട് ടൈമിൽ മാർക്കറ്റിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി. അപ്പോൾ പിന്നെ അത് എടുത്തിട്ട് കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ എനിക്ക് ട്രേഡ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ ലൈനിനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം നിങ്ങൾ നോക്കുകയാണ്. അത്രയും ടൈമിന് ശേഷമാണ് 10:30 ഏകദേശം ഞാനിത് മാർക്കറ്റിൽ ഓപ്പൺ ആക്കിയത്. മാർക്കറ്റ് ഇവിടെ വന്നു, നമ്മുടെ ട്രെൻഡ് ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇന്ന് നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഇങ്ങനെ തന്നെ എടുത്തത്. ഇവിടെ റിജക്ഷൻ കാണിക്കുമ്പം എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് നമുക്ക് കിട്ടിയത്. നമ്മൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണെങ്കിൽ ട്രേഡ് എടുക്കായിരുന്നു. ട്രേഡ് എടുത്തില്ല, നമ്മൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. സോ ഓവറോൾ ഇന്നലെ നമുക്ക് ട്രേഡുകൾ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ. എഗെയിൻ ട്രേഡേഴ്സ്, മാർക്കറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മാർക്കറ്റ് അഗെയിൻ നമ്മളുടെ എൻട്രി പോയിൻ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ പോയതായിരുന്നു. വീണ്ടും അവിടുന്ന് ഒരു റിജക്ഷൻ കാണിച്ച് മാർക്കറ്റ് ഭയങ്കര സിക്സാക്കാണ്. ഇത് സ്ട്രിക്ട്ലി നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങേണ്ട ഒരു ട്രേഡാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ഫുൾ ഓവറോൾ ഒരു ട്രെൻഡിന് അഗൈൻസ്റ്റാണ് മാർക്കറ്റിൽ ട്രേഡ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവ് കോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊമെൻറ്റം അപ്സൈഡ് കിട്ടുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ റിജക്ഷൻ
ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. 306 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റ് ഇനിയും കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാനാണ് സാധ്യത. വെയിറ്റ് ചെയ്യണോ അതോ വേണ്ട, ഗ്രീഡ്നെസ് കാണിക്കുന്നത് ശരിയല്ല. സോ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഏരിയ ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഓവറോൾ ഒരു 7000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു.